നമ്മുടെ കല്ലുവിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിനുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്നത്. പതിവ് പോലെ തന്നെ എന്നെ വിളിച്ചുകൊണ്ടുവന്ന് അവൾ വയറ് തടിയിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു അബോഷനൊക്കെ ഉണ്ടായി, പക്ഷേ ഞാനത് നിങ്ങളെ അറിയിച്ചില്ല. അങ്ങനെ രാത്രി 1:30 ആയപ്പോൾ അനിഴ നക്ഷത്രത്തിൽ നമുക്കൊരു പെൺകുഞ്ഞുണ്ടായിട്ടുണ്ട്, ഒരു കാലിക്കോ കാറ്റ്. കുഞ്ഞുണ്ടായതിന് ശേഷം എന്നെ തന്നെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യണത്? അവളുടെ അടുത്ത് തന്നെ ഞാൻ തലോണ വെച്ചിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങേണ്ട അവസ്ഥയായിരുന്നു. അത്രക്ക് ബുദ്ധിമുട്ടായിരുന്നു അവൾ കിടന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കാല് കാണാണ്ടാവുമ്പോൾ എനിക്ക് നോക്കണമൊക്കെ. പിന്നെ ഞാൻ കാല് വെക്കുമ്പോഴും അവൾ നക്കും എന്നെ. ഞാൻ എങ്ങും പോകല്ലേ എന്ന് അവൾ പറയണ പോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഇന്നലെ ഇവളുടെ അടുത്ത് തന്നെയാണ് എനിക്ക് കിടന്നുറങ്ങേണ്ടി വന്നത്. ഒരു കുഞ്ഞും കൂടി ഉണ്ടായിരുന്നു, അത് പ്രീമച്ചുറായിരുന്നു. അതിനെ കല്ലു തന്നെ കഴിച്ച് അത് ഞാൻ കണ്ടു നിൽക്കേണ്ടി വന്നു. അംഗവൈകല്യങ്ങളോ രോഗങ്ങളൊക്കെ ഉള്ള കുട്ടികളെ പൂച്ചകൾ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു പ്രാവശ്യം അബോഷനായി പോയതുകൊണ്ട് തന്നെ കല്ലുവിന് ഈ പ്രാവശ്യം ഭയങ്കര പേടിയായിരുന്നു. എന്നെ അടുത്തുനിന്ന് വിടുന്നുണ്ടായിരുന്നില്ല. 3 കളറുള്ള ഇതേപോലുള്ള പൂച്ചകളെ പറയണതാണ് കാലിക്കോ കാറ്റ്. അത് ഒട്ടുമിക്കതും പെൺപൂച്ചയായിരിക്കും എന്നാണ് പറയണത്. നമ്മുടെയും പെൺകുട്ടി തന്നെയാണ്. ഈ വീഡിയോ കണ്ട് ചിലരെങ്കിലും വിചാരിക്കും നാട്ടിലൊക്കെ എന്തോരം പൂച്ചകൾ പ്രസവിക്കണം, പിന്നെ നമ്മളതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇത്ര സ്നേഹത്തോടുകൂടി വളർത്തുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, ഇവളെല്ലാവരെയും വിളിച്ച് കൂടിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമായിരുന്നു. എന്നെ വിളിച്ചുകൊണ്ട് വരുന്നു, വരുണിനെ വിളിക്കുന്നു, പിള്ളേരെ വിളിക്കുന്നത്. എന്നെ ശരിക്കും കടിച്ച് കൊണ്ടുപോകണ പോലെയാണ് ആ വിളിച്ചുകൊണ്ട് പോകണത്. നോക്കിയാൽ ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നെ കടിച്ച് വലിച്ച് അവിടേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം ഞാൻ കരുതി ഇനിയിപ്പോൾ മോനൊരെണ്ണം വലുത് ഇവിടെ ഉണ്ടായിട്ടാണോ പ്രശ്നമെന്ന് വിചാരിച്ചു. ഇവളുടെ മോൻ കുട്ടൂസ് ഇവിടെ ഉണ്ടല്ലോ, പക്ഷെ അവനോട് ഭയങ്കര സ്നേഹമാണ്. പ്രസവം കഴിഞ്ഞപ്പോൾ അവനെയും ചെവിക്കൊക്കെ പിടിച്ച് കടിച്ച് ഈ ബേസ് ബോട്ടിൻ്റെ അകത്തേക്ക് ആക്കാൻ വേണ്ടി ഇവൾ കുറേ പാട് കഴിച്ചു. പക്ഷെ അവൻ പേടിച്ച് ഓടിക്കളഞ്ഞു. കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കാനായിരിക്കും ചിലപ്പോൾ നമ്മളെ വിളിച്ചിട്ട് ഇതേപോലെ കൂട്ടിരുത്തുന്നത്. മോനായിട്ട് ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ്. അവൻ്റെ നക്കലും തുടക്കലും പാല് കൊടുക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ ഞാൻ പിടിച്ച് മാറ്റിക്കൊണ്ട് അവൻ പാല് കുടിച്ചില്ല. അമ്മയുടെ ഇരട്ടിയുണ്ട് മോന്. ഞാൻ പാലും കൂടി കുടിച്ചു കഴിഞ്ഞാൽ അവൻ ഇതിലും വലുതാവും. അപ്പം ഇനി പാല് കൊടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ. ഇപ്പം ഉണ്ടായ കുഞ്ഞിനും അതായിട്ട് അധികം ആരോഗ്യമൊന്നും തോന്നണില്ല. പിന്നെ കല്ലു നല്ലൊരു അമ്മ ആയതുകൊണ്ട് നല്ല രീതിയിൽ നോക്കിയെടുക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ. അപ്പോൾ ഇന്നലെ പേറും വെറുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ തയ്യലിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഒട്ടും സമയം കിട്ടിയില്ല. പിന്നെ നമുക്കിതൊരു വലിയ സന്തോഷമാണല്ലോ, ഒരു ജനനമല്ലേ, പൂച്ചയായാലും പട്ടിയായാലും മനുഷ്യനായാലും. അപ്പോൾ അടുത്ത് തന്നെ തയ്യലിൻ്റെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.